ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന ഘട്ടത്തിൽ ഒമാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രിയുടെ എത്യോപ്യൻ സന്ദർശനം വിജയകരമായിരുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം. ആണവോർജ്ജ വിനിയോഗ ബിൽ 2025 ലോക്സഭ പാസാക്കി. രാജ്യസഭയിൽ സബ്കാ ബീമ സബ്കി രക്ഷ ഇൻഷുറൻസ് ഭേദഗതി ബില്ലിന്മേൽ ചർച്ച തുടരുന്നു. ദൂരദർശന്റെയും ആകാശവാണിയുടെയും പ്രവർത്തനം ശക്തിപ്പെടുത്താൻ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ. 18 മോഡൽ പ്രീ സ്കൂളുകളിലെ ജീവനക്കാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ച് സംസ്ഥാന മന്ത്രിസഭാ യോഗം. 7 സമുദായങ്ങളെ കൂടി OBC പട്ടികയിൽ ഉൾപ്പെടുത്തും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 പരമ്പരയിലെ 4ാം മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. 4 ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന ഘട്ടത്തിൽ ഒമാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഒമാൻ ഭരണകൂടം ആചാരപരമായ വരവേൽപ്പാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നൽകിയത്. എത്യോപ്യയിലെ സന്ദർശനം പൂർത്തിയാക്കിയാണ് ശ്രീ മോദി ഒമാനിലെത്തിയത്. പ്രധാനമന്ത്രി മോദിയുടെ എത്യോപ്യൻ സന്ദർശനം വിജയകരമായിരുന്നുവെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. എത്യോപ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെയും ശ്രീ മോദി അഭിസംബോധന ചെയ്തു. സമത്വപൂർണവും സമാധാനപരവുമായ ലോകത്തിനായി ഇന്ത്യയും എത്യോപ്യയും ഒരു കുടുംബത്തിലെ അംഗമായി പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. The global south is writing its own destiny, and India and Ethiopia share a vision for it. Our vision is of a world where the global south rises for everyone. Nearly 2000 years ago, our ancestors built connections across great waters. Across the Indian Ocean, merchants sailed with spices, cotton, coffee, and gold. But they traded more than goods. They exchanged ideas. എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലിയുമായി പ്രധാനമന്ത്രി വിപുലമായ ചർച്ചകളാണ് നടത്തിയത്. എത്യോപ്യയുടെ പരമോന്നത ബഹുമതിയും പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു. ഈ അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ ആഗോള രാഷ്ട്രത്തലവനാണ് അദ്ദേഹം. സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒമാൻ സന്ദർശിക്കുന്നത്. ഇന്ത്യയും ഒമാനും തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും ശക്തമായ വാണിജ്യ സാമ്പത്തിക ബന്ധം സ്ഥാപിക്കുന്നതിനുമുള്ള ചർച്ചകൾ ശ്രീ മോദി അദ്ദേഹവുമായി നടത്തും. ഒമാനിലെ ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. സുപ്രധാന ബില്ലുകളിൽ ചർച്ച നടത്തി പാർലമെന്റ്. ആണവോർജ്ജ വിനിയോഗ ബിൽ 2025 ലോക്സഭ പാസാക്കി. ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ആണവോർജ്ജ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയാണ് ബില്ലിന്റെ ലക്ഷ്യം. വികസിത് ഭാരത് റോസ്ഗാർ ആജീവിക മിഷൻ ഗ്യാരണ്ടി VBG റാം ജി ബില്ലിന്മേൽ ലോക്സഭയിൽ ചർച്ച തുടരുകയാണ്. അതേസമയം രാജ്യസഭയിൽ സബ്കാ ബീമ സബ്കി രക്ഷ ഇൻഷുറൻസ് ഭേദഗതി ബില്ലിന്മേൽ ചർച്ച തുടരുന്നു. പുനഃപരിശോധനയും ഭേദഗതി ചെയ്യലും ബില്ലും പരിഗണിക്കുന്നുണ്ട്. വിശദാംശങ്ങളിലേക്ക്. ആണവോർജ്ജ ഉൽപാദനം, ആരോഗ്യ സംരക്ഷണം, ഭക്ഷണം, വെള്ളം, കൃഷി, വ്യവസായം, ഗവേഷണം, പരിസ്ഥിതി എന്നിവയിൽ ആണവശാസ്ത്രത്തിന്റെ പ്രയോഗം, സാങ്കേതികവിദ്യ നവീകരണം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നിവ വ്യവസ്ഥ ചെയ്യുന്നതാണ് ലോക്സഭ ഇന്ന് പാസാക്കിയ ദി സസ്റ്റൈനബിൾ ഹാർനസിംഗ് ആൻഡ് അഡ്വാൻസ്മെന്റ് ഓഫ് ന്യൂക്ലിയർ എനർജി ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ബിൽ 2025. ആണവോർജ്ജ നിയന്ത്രണ ബോർഡ് രൂപീകരിക്കാനും ആണവോർജ്ജ പരിഹാര ഉപദേശക സമിതി സ്ഥാപിക്കാനും ബിൽ ലക്ഷ്യമിടുന്നു. ലോകം മുഴുവൻ ശുദ്ധമായ ഊർജ്ജത്തിലേക്ക് നീങ്ങുകയാണെന്നും 2047ഓടെ 100 ജിഗാവാട്ട് ആണവോർജ്ജ ശേഷി കൈവരിക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും ബിൽ അവതരിപ്പിച്ചുകൊണ്ട് ആണവോർജ്ജ സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. आज सारा विश्व क्लीन एनर्जी की जानिब बढ़ चुका है और हमने भी अपने लिए लक्ष्य निर्धारित किया है कि न्यूक्लियर एनर्जी 100 गीगावाट बाई 2047 जब हिंदुस्तान अपनी आजादी की 100वीं सालगिरह मनाएगा, बढ़ती हुई एनर्जी की जरूरतों को पूरा करने के लिए तथा आत्मनिर्भर भारत के लक्ष्य को पूरी तरह प्राप्त करने के लिए ये भी जरूरी है. ഓരോ ഗ്രാമീണ കുടുംബത്തിനും ഓരോ സാമ്പത്തിക വർഷത്തിലും 125 ദിവസത്തെ തൊഴിലും വേതനവും ഉറപ്പാക്കുന്ന വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ ബിൽ ഗ്രാമീണ ഭാരതത്തിനായുള്ള ശാക്തീകരണവും വികസനവും ലക്ഷ്യമിടുന്നതാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ലോക്സഭയിൽ പറഞ്ഞു. 3 ഇൻഷുറൻസ് നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്നതാണ് സബ്കാ ബീമ സബ്കി രക്ഷ ബിൽ 2025. ഇന്ത്യൻ ഇൻഷുറൻസ് കമ്പനികളിലെ വിദേശ നേരിട്ടുള്ള നിക്ഷേപ പരിധി വർദ്ധിപ്പിക്കാനും
റീ ഇൻഷുറൻസ് ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന വിദേശ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് കുറയ്ക്കാനുമാണ് നിയമ ഭേദഗതി. രാജ്യസഭയിൽ ചർച്ച ചെയ്ത പുനഃപരിശോധനയും ഭേദഗതി ചെയ്യലും ബിൽ പ്രകാരം കാലഹരണപ്പെട്ട 71 നിയമങ്ങളാണ് പിൻവലിക്കുക. വിദ്യാഭ്യാസം, സ്ത്രീകൾ, കുട്ടികൾ, യുവജനങ്ങൾ, കായികം എന്നീ വകുപ്പുകളുമായി ബന്ധപ്പെട്ട പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ശുപാർശകൾ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവി പ്രത്യേക പ്രസ്താവനയും നടത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പരമ്പരാഗത ടോൾ പിരിവ് സംവിധാനത്തിന് പകരമായി അടുത്ത വർഷം അവസാനത്തോടെ രാജ്യത്തുടനീളം ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നിഷൻ സംവിധാനം നടപ്പിലാക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഹൈവേകളിൽ വാഹനങ്ങളുടെ സമയനഷ്ടം കുറയ്ക്കുന്നതിനുമാണ് ലക്ഷ്യമിടുന്നതെന്നും ശ്രീ ഗഡ്കരി രാജ്യസഭയിൽ പറഞ്ഞു. ദൂരദർശന്റെയും ആകാശവാണിയുടെയും പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന് കേന്ദ്ര സർക്കാർ സുസ്ഥിര നടപടികൾ സ്വീകരിച്ചു വരുന്നതായി കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ പറഞ്ഞു. 2022-25 കാലയളവിൽ സർക്കാർ ഇതര പരസ്യത്തിൽ നിന്ന് ആകാശവാണിയും ദൂരദർശനും നേടിയ മൊത്ത വരുമാനം 587 കോടി രൂപയിലധികമാണെന്ന് അദ്ദേഹം ലോക്സഭയിൽ വ്യക്തമാക്കി. ടെലിവിഷൻ ചാനൽ റേറ്റിംഗിൽ തിരിമറി നടത്തിയെന്ന ആരോപണങ്ങളിൽ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം റിപ്പോർട്ട് തേടിയതായും മന്ത്രി എൽ മുരുകൻ ലോക്സഭയിൽ പറഞ്ഞു. യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഡേറ്റാബേസിൽ നിന്ന് ഇതുവരെ ആധാർ കാർഡ് ഉടമകളുടെ വിവരങ്ങൾ ചോർന്നിട്ടില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ. കേന്ദ്ര സഹമന്ത്രി ജിതിൻ പ്രസാദയാണ് ഇക്കാര്യം ലോക്സഭയെ രേഖാമൂലം അറിയിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ ബയോമെട്രിക് ഐഡന്റിറ്റി സംവിധാനമാണ് ആധാർ എന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന 18 മോഡൽ പ്രീ സ്കൂളുകളിലെ ജീവനക്കാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ച് സംസ്ഥാന മന്ത്രിസഭാ യോഗം. അധ്യാപികമാർക്ക് 13,000 രൂപയായും ആയമാർക്കും ഹെൽപ്പർമാർക്കും 9,000 രൂപയായുമാണ് പ്രതിമാസ ഓണറേറിയം വർദ്ധിപ്പിച്ചത്. മലബാർ ക്യാൻസർ സെന്ററിലെ ജീവനക്കാർക്ക് LICയുമായി ചേർന്ന് പെൻഷൻ പദ്ധതി നടപ്പിലാക്കും. 7 സമുദായങ്ങളെ OBC പട്ടികയിൽ ഉൾപ്പെടുത്താനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. ബാലിജ, കവാരെ, ഗവാര, ഗവാരൈ, ഗവാരൈ നായിഡു, ബാലിജ നായിഡു, ഗജാലു ബാലിജ അഥവാ വളച്ചെട്ടി എന്നീ സമുദായങ്ങളെയാണ് സംസ്ഥാന OBC പട്ടികയിൽ ഉൾപ്പെടുത്തുക. കഴിഞ്ഞ ദശകത്തിൽ രാജ്യം എല്ലാ മേഖലകളിലും വലിയ വളർച്ച കൈവരിച്ചതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. സാധാരണക്കാർക്ക് താങ്ങാനാകുന്ന നിരക്കിൽ അടിസ്ഥാന ഇൻഷുറൻസ് പരിരക്ഷ സർക്കാർ ഉറപ്പാക്കിയതായും ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യൻ ഇക്കണോമിക് കോൺക്ലേവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു. It is equally important to give the strength to our entrepreneurs wherever they are, and that is why our government has given so much of focus for MSMEs. So with all this done in last 10 years, inclusion, credit access, mudra, financial inclusion, everybody having an account, the credit footprint of every Indian has now grown. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് വീർ രംഗ് ഓപ്പറേഷൻ സിന്ദൂർ പെയിന്റിംഗ് പ്രദർശനം സന്ദർശിച്ചു. ന്യൂഡൽഹിയിൽ പാർലമെന്റ് കലാമേളയുടെ ഭാഗമായാണ് സായുധ സേനയുടെ ശൌര്യം, ത്യാഗം, സേവന മനോഭാവം എന്നിവ അവതരിപ്പിക്കുന്ന പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. രാജ്യത്തെ ധീരരായ സൈനികരോടുള്ള നന്ദി പ്രകടിപ്പിക്കുന്നതിനും അവരുടെ പ്രചോദനാത്മകമായ കഥകൾ ഓരോ പൌരനിലേക്കും എത്തിക്കുന്നതിനുമുള്ള അർത്ഥവത്തായ ശ്രമമാണ് പ്രദർശനമെന്ന് പ്രതിരോധ മന്ത്രാലയം പറഞ്ഞു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 പരമ്പരയിലെ 4ാം മത്സരം ലക്നൌവിൽ അല്പസമയത്തിനകം ആരംഭിക്കും. 5 മത്സരങ്ങൾ ഉള്ള പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. 5ാമത്തെയും അവസാനത്തെയും മത്സരം മറ്റന്നാൾ അഹമ്മദാബാദിലാണ് നടക്കുന്നത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള വീടുതോറുമുള്ള വിവരശേഖരണ ഘട്ടം നാളെ അവസാനിക്കും. ഡിസംബർ 23 കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. ഇതിലുള്ള പരാതികൾ ജനുവരി 22 വരെ സമർപ്പിക്കാൻ അവസരം ലഭിക്കും. ഛത്തീസ്ഗഡിലെ നാരായൺപൂർ ജില്ലയിൽ 11 മാവോയിസ്റ്റുകൾ കീഴടങ്ങി. തലയ്ക്ക് ആകെ 37 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്ന മാവോയിസ്റ്റുകളാണ് കീഴടങ്ങിയത്. ഇവർക്ക് ഛത്തീസ്ഗഡ് സർക്കാരിന്റെ പുനരധിവാസ പദ്ധതി പ്രകാരം 50,000 രൂപയുടെ ചെക്കുകൾ വീതം കൈമാറി. വസ്ത്രമേഖലയിലെ ഇന്ത്യയുടെ കയറ്റുമതി 2025 നവംബറിൽ 9.4% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സർക്കാർ. റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, കോട്ടൺ നൂൽ, മനുഷ്യനിർമ്മിത നൂൽ, തുണിത്തരങ്ങൾ തുടങ്ങിയവ ശ്രദ്ധേയ വളർച്ച രേഖപ്പെടുത്തിയതായി ടെക്സ്റ്റൈൽസ് മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന ഘട്ടത്തിൽ ഒമാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രിയുടെ എത്യോപ്യൻ സന്ദർശനം വിജയകരമായിരുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം. ആണവോർജ്ജ വിനിയോഗ ബിൽ 2025 ലോക്സഭ പാസാക്കി. രാജ്യസഭയിൽ സബ്കാ ബീമ സബ്കി രക്ഷ ഇൻഷുറൻസ് ഭേദഗതി ബില്ലിന്മേൽ ചർച്ച തുടരുന്നു. ദൂരദർശന്റെയും ആകാശവാണിയുടെയും പ്രവർത്തനം ശക്തിപ്പെടുത്താൻ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ. 18 മോഡൽ പ്രീ സ്കൂളുകളിലെ ജീവനക്കാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ച് സംസ്ഥാന മന്ത്രിസഭാ യോഗം. 7 സമുദായങ്ങളെ കൂടി OBC പട്ടികയിൽ ഉൾപ്പെടുത്തും.
ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 പരമ്പരയിലെ 4ാം മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.